ആകെ ഒരൊട്ടക മൂന്നാളും പാടെ കൂടിയിട്ട് ഒരൊട്ടകത്തിന് പുറത്ത് കയറിയ മനുഷ്യൻ പറയില്ലേ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു കാര്യം ചെയ്യാം, രണ്ടാൾ ഒട്ടകപ്പുറത്ത് കയറാം, ഒരാൾ ഇങ്ങനെ നടക്കും. കുറച്ചു ദൂരം കഴിയുമ്പോ ആ ആള് ഒട്ടകപ്പുറത്ത് കയറും, ഒരാൾ ഇറങ്ങും. അങ്ങനെ മൂന്നാളും ഊഴം മാറിക്കൊണ്ട് നമുക്ക് സഞ്ചരിക്കാം. മദീനയിൽ നിന്ന് ഏകദേശം ബദറിലേക്ക് 100 കിലോമീറ്റർ ഉണ്ട്. ഈ കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഈ ഒട്ടകം മാറി ഇങ്ങനെ പോരിടയിൽ ഹബീബായ മുത്തുനബിന്റെ ഊഴം വന്ന റസൂൽ നടക്കാൻ നിന്നപ്പോ അരിയാതങ്ങളും മറ്റു കൂട്ടുകാരനും പറഞ്ഞു, നബി നിങ്ങൾ നടക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും ചെയ്തോളാം, മാറി ഇങ്ങനെ സഞ്ചരിച്ചോളാം. നമ്മളാണ് എന്താ പറയാ, പിന്നെ അങ്ങനെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അല്ലേ, കഥ താല്പര്യച്ച് അങ്ങനെ ആക്കാന്നല്ലേ നമ്മൾ പറയാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, വേണ്ട, അല്ലാഹുവിന്റെ റഹ്മത്തിൽ എനിക്കും പ്രതീക്ഷയുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഐശ്വര്യവാനല്ല. അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് എനിക്കും പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കാൾ ഐശ്വര്യവാനല്ല, നിങ്ങൾ എന്നെക്കാൾ ആരോഗ്യമുള്ളവരുമല്ല. എനിക്കും നടക്കാനുള്ള ആരോഗ്യമുണ്ട്, എനിക്കും അല്ലാഹുവിന്റെ റഹ്മത്തിൽ അല്ലാഹുവിന്റെ കൃപയിൽ ആഗ്രഹമുണ്ട്, എനിക്കും അല്ലാഹുവിന്റെ അദാബിൽ പേടിയുണ്ട്. എന്റെ കൂടെ എത്തുമ്പോൾ ഞാൻ നടന്നുകൊള്ളാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടത്തെ ഊഴം വരുമ്പോ റസൂലുള്ളാഹി ഇങ്ങനെ നടക്കും. കുറെ കഴിയുമ്പോ റസൂലുള്ളാഹി ഇറങ്ങും, അടുത്ത സ്വഹാബി ഇറങ്ങും. ഇങ്ങനെ മാറിയിട്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. എന്ന് വെച്ചാൽ യുദ്ധത്തിന് പോകാൻ മാത്രമുള്ള ഒരു സെറ്റപ്പോ സംവിധാനമോ കുതിരകളോ ഒട്ടകങ്ങളോ വാളുകളോ ഒന്നുമില്ല. ഈ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന 40 ആളെ തടഞ്ഞ് നമ്മളെ മുതൽ പോലേക്ക് പിടിച്ചു പോകാൻ എത്ര ആഗ്രഹം ലക്ഷ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ ചെന്നപ്പോഴാണ് ഇവരിങ്ങനെ തമ്പടിച്ചത്. നിൽക്കുന്ന വാർത്ത, അബൂ സുഫിയാൻ മുന്നിൽ ആളെ വിട്ട് അന്വേഷിച്ചിട്ട് പരിസരമൊക്കെ മദീനയുടെ പരിസരത്തൂടെ പോണ്. മക്കയിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ വിട്ടിട്ടാണ്, 150 കിലോമീറ്റർ വിട്ടിട്ടാണ് ബദറുള്ളത്. ആ ബദറിന്റെ പരിസരം പോകുമ്പോ മദീനന്റെ അടുത്താണ് ഏകദേശം. അപ്പൊ മദീനന്റെ പരിസരം പോകുമ്പോ ഇവരെങ്ങാനും വല്ലതും ചെയ്യോ എന്നുള്ള പേടി അബൂ സുഫിയാനുണ്ട്. അപ്പൊ അബൂ സുഫിയാനും തന്നെ മുന്നിൽ ആളെ വിട്ടുകൊണ്ട് ഇങ്ങനെ അന്വേഷിപ്പിക്കുന്നു. ആ അന്വേഷണത്തിന് മനസ്സിൽ